നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് നിങ്ങളുടെ ഈ അവസ്ഥയോട് പുച്ഛം ആവരണേ. പണ്ട് കാലത്തുണ്ടായിരുന്ന പ്രണയത്തിന്റെ പേരും പറഞ്ഞ് ചില മനോരോഗികളാ ഇങ്ങനെ നടക്കുന്നത്. ഇക്കാലത്ത് ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാ. അതെ, ഈ പ്രണയം എന്നുള്ള വാക്ക് ഏത് കാലത്താണ് ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുള്ളത്? ആണ് പെണ്ണും തമ്മിലുള്ള ആകർഷണത്തിന് എന്നാ കുറവുണ്ടായിട്ടുള്ളത്? എടോ, സ്നേഹം വിലമതിക്കാനാകാത്തൊരു വികാരമാണ്. അത് തനിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. താൻ നല്ല ഒന്നാന്തരം കച്ചവടക്കാരിയല്ലേ? കച്ചവടക്കാരിയോ? ആ, എങ്കിലേ സ്വന്തം കുടുംബത്തിന്റെ പേരും പറഞ്ഞ് എന്നോട് എഗ്രിമെന്റ് വെച്ച് നിങ്ങൾ കച്ചവടക്കാരനല്ലേ? ശബ്ദം ഉയർത്തണ്ട. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ ഉച്ച ഉണ്ടാക്കും. അച്ഛന്റെ അമ്മയുടെ മുത്തശ്ശിയുടെ ഒക്കെ മുൻപില് നല്ല പിള്ള ചമഞ്ഞ് നടക്കുന്നില്ലേ? ഞാനൊന്ന് വാ തുറന്ന് സംസാരിച്ചാലേ അതൊക്കെ തീരും. അവരൊക്കെ നിങ്ങളെ വെറുക്കാൻ തുടങ്ങും. കാണണോ? അത് കാണണോ? എന്റെ അച്ഛനും അമ്മയും ആദ്യം എന്നെ ശകാരിക്കുമായിരിക്കും. പക്ഷേ എന്റെ കാര്യത്തിലായതുകൊണ്ട് പിന്നെ അവരൊന്ന് മറിച്ച് ചിന്തിക്കും. നിന്റെ കാര്യത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവില്ല. എന്തിനാ, സ്വന്തം വീട്ടുകാർക്ക് പോലും നിന്നെ വിശ്വാസമുണ്ടോ? അത് വരുണാണോ നിശ്ചയിക്കുന്നത്? ആ, ഞാനല്ല നിശ്ചയിക്കേണ്ടത്, അവരാ. പക്ഷേ അവരിതുവരെ അത് കാണിച്ചു കണ്ടിട്ടില്ല. അതെ, ഞാൻ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങി പോയാലോ? പേടിപ്പിക്ക? ഇറങ്ങി പോകുന്നു പറഞ്ഞ എന്നെ പേടിപ്പിക്ക? ഒരു കാര്യം ചെയ്യും, പോ. ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവരെ വണ്ടി വിളിച്ച് ഇവിടെ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് വണ്ടി വിട്ട് നിന്നെ അവിടെ എത്തിക്കാം. വരുൺ, മുഖത്താഴ്ത്തി കളം വരച്ച് നിൽക്കുന്ന പഴയ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ പ്രിയങ്കപ്പെടുത്തരുത്. ഞാനും നിങ്ങൾ ജീവിക്കുന്ന അതേ ജനറേഷനിലെ കുട്ടിയാ. ഒരടി കിട്ടിയാൽ തിരിച്ചടിക്കാൻ എനിക്കും അറിയാം. മുത്തശ്ശി, ഒന്ന് എഴുന്നേറ്റ്. എന്താടി മുത്തശ്ശി, എന്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വന്നേ. എന്തിനാ? വരുണും പ്രിയങ്കയും പുറത്ത് നിപ്പുണ്ട്. അതിന് നിനക്കെന്താ? അവര് ഭാര്യയും ഭർത്താവുമല്ലേ? അതല്ലെന്ന് തെളിയിക്കാനാ മുത്തശ്ശി ഞാൻ വിളിക്കുന്നേ. അവര് തമ്മിൽ അവിടെ പൊരിഞ്ഞ അടിയാ. പരസ്പരം വെല്ലു വിളിക്കുന്നത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാ. കൽപ്പന, നിന്റെ ഈ അസുഖത്തിന് എന്റെ കൈ മരുന്നില്ല. അല്ലെങ്കിൽ തന്നെ പിള്ളേരെന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു നിൽക്കുന്നിടത്ത് നീ എന്തിനാ ഒളിഞ്ഞു നോക്കാൻ പോകുന്നേ? ഞാൻ ഇതുവരെ പറഞ്ഞതൊന്നും മുത്തശ്ശി വിശ്വസിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ എന്റെ കൂടെ വന്നൊന്ന് നോക്ക്. അവരുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താന്ന് മുത്തശ്ശിക്ക് ഇന്ന് ബോധ്യപ്പെടും. അല്ലെങ്കിലേ അവസാനം അവരിൽ ആരെങ്കിലും ഒരാളും മറ്റൊരാളെ കൊല്ലുമ്പോഴായിരിക്കും അണിമകളത്തുകാർ പഠിക്കുന്നത്. ശരി, ഞാൻ വരാം. പക്ഷെ അവിടെ ചെന്ന് നോക്കിയിട്ട് നിന്റെ അസൂയ മാത്രമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട. മുത്തശ്ശിയെ എന്നെ ചെകിടടിച്ച് തല്ലിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്തായാലും ഇന്ന് മുത്തശ്ശിക്ക് അത് കാണുമ്പോ തൃപ്തിയായിക്കോളും. വാ എന്റെ കൂടെ, വാ മുത്തശ്ശി, വാ. ഇന്ന് കാണിച്ചു തരാം. വാ മുത്തശ്ശി, വാ. ഇങ്ങോട്ട് വന്നേ, കാണിച്ചു തരാം ഞാൻ. എടി, കണിമംഗലത്തെ സമ്പത്ത് കണ്ടിട്ട് തന്നെയാടി നീ വേഷം കെട്ടി ഇവിടെ വന്നിരിക്കുന്നേ. അല്ലെങ്കിൽ ഞാൻ താലി കെട്ടിയ പെണ്ണിനെ നീ മറച്ചു വെക്കില്ലായിരുന്നു. നിന്റെ കൂട്ടുകാരി വേഷം കെട്ടി തോന്നിയ ദിവസം മുഴുവൻ കാണിക്കില്ലായിരുന്നു. ചെയ്തെങ്കിൽ അങ്ങ് സഹിച്ചോ. ഞാൻ ഇനിയും എനിക്ക് തോന്നിയതൊക്കെ ചെയ്യും. ഓഹോ, ഏട്ടത്തി ചെയ്യുന്നൊക്കെ ഏട്ടൻ സഹിക്കുന്നുണ്ടല്ലോ, അതുപോലെ അനിയനും അങ്ങ് സഹിച്ചാ മതി. എന്റെ ഏട്ടനെ കുറിച്ച് സംസാരിക്കാനുള്ള യോഗ്യതയൊന്നും നിനക്കായിട്ടില്ല. ഇത് കയറി പൊടിയാത്ത. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.